ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇന്നലെ നടന്ന മത്സരത്തിൽ കരുത്തരായ മുംബൈ ഇന്ത്യൻസിനെ അവരുടെ തട്ടകമായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് RCB പരാജയപ്പെടുത്തിയത്. 18 റൺസിന്റെ ഒരു വിജയമാണ് RCB സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സീസണിൽ RCB നേടുന്ന മൂന്നാമത്തെ വിജയമാണ് ഇത്. നേരത്തെ കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്താനും RCBക്ക് സാധിച്ചിരുന്നു. നമുക്കറിയാം, നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സിനോടും മുംബൈ ഇന്ത്യൻസിനോടും ഒരുപാട് തോൽവികളൊക്കെ വഴങ്ങേണ്ടി വന്ന ടീമാണ് RCB. RCBയെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ RCBയുടെ നല്ല കാലമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനെയും മുംബൈ ഇന്ത്യൻസിനെയും നിരന്തരം പരാജയപ്പെടുത്താൻ RCBക്ക് കഴിയുന്നു. പണ്ട് കിട്ടിയതിനൊക്കെ തിരിച്ചു കൊടുക്കാൻ RCBക്ക് കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് IPLൽ RCBയും മുംബൈ ഇന്ത്യൻസും അവസാനമായി ഏറ്റുമുട്ടിയ 8 മത്സരങ്ങളുടെ റിസൾട്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 6 മത്സരങ്ങളിലും വിജയിച്ചത് RCB ആണ്. 2 മത്സരങ്ങളിൽ മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് മുംബൈ ഇന്ത്യൻസിനെ ഇപ്പോൾ തുടർച്ചയായി പരാജയപ്പെടുത്താൻ RCBക്ക് കഴിയുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഇനിയിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സും RCBയും തമ്മിൽ ഏറ്റുമുട്ടിയ കണക്കുകളിലേക്ക് വന്നാലും ഇത് തന്നെയാണ് സ്ഥിതി. അവസാനത്തെ 4 മത്സരങ്ങൾ എടുത്തു നോക്കുക. 4 മത്സരങ്ങളിലും വിജയിച്ചത് RCB ആണ്. അതായത് CSKക്ക് സമീപകാലത്ത് ഇപ്പോൾ RCBയെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ 43 റൺസിനായിരുന്നു RCB ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയത്. അതിനു മുൻപ് 2 റൺസിന്റെ ഒരു വിജയം, അതിനു മുൻപ് 50 റൺസിന്റെ ഒരു വിജയം, അതിനു മുൻപ് 27 റൺസിന്റെ ഒരു വിജയം. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അതായത് തങ്ങളുടെ പ്രധാനപ്പെട്ട എതിരാളികളായ മുംബൈ ഇന്ത്യൻസിനെയും ചെന്നൈ സൂപ്പർ കിങ്സിനെയും ഇപ്പോൾ തുടർച്ചയായി പരാജയപ്പെടുത്താൻ RCBക്ക് കഴിയുന്നു. അത് RCB ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു മോശം സമയത്തിന് ശേഷമുള്ള ഒരു നല്ല സമയമാണ് ഇപ്പോൾ RCBക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.